നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾക്ക് ഒരു തളർച്ച, കഷ്ടപ്പാടുകൾ, പ്രയാസം, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർത്തും. ഉത്തരങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് വരാം. എന്നാൽ പലപ്പോഴും അത്തരം ചോദ്യങ്ങൾ ഉപബോധ മനസ്സിൽ ഉയരുമ്പോൾ പലവിധ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കും. അത്തരത്തിൽ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു അധ്യായമായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണക്കാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളാണ്. ആദ്യത്തെ ചിത്രം ആനയാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം ഉപ്പനാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ പ്രധാന കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്ത പോലും ഉള്ളവരാണ് നിങ്ങൾ. അതിലേക്കൊരു ഉത്തരം നിങ്ങൾക്ക് കടന്നു വരുന്നതാണ്. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാം ശുഭമായി ഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ പതുക്കെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് ശേഷം കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രമോ നിങ്ങൾക്ക് വളരെയധികം ആകർഷണം തോന്നിയതായ ചിത്രമോ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്താം. ആ ശക്തിക്ക് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമമാണ് എങ്കിലും കമന്റായി രേഖപ്പെടുത്താം. അപ്പോൾ ആദ്യത്തെ ചിത്രമായ ആനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് എന്ന് പറയാം. അതായത് കുടുംബത്തിന് വേണ്ടി എന്തും പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. എന്നാൽ കുടുംബത്തിന് വേണ്ടി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നതായ ആഗ്രഹങ്ങളാണ് എങ്കിലും അത് ഒഴിവാക്കുവാൻ മടിയില്ലാത്ത വ്യക്തികളാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച പലരും നിങ്ങളെ ചതിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് ഉള്ളത്. അല്ലെങ്കിൽ അവർ നിങ്ങളെ പല വിധത്തിലും വേദനിപ്പിക്കുകയോ കുത്തി നോവിക്കുകയോ ചെയ്തിട്ടുള്ളതായ സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലായി പഴി കേൾക്കേണ്ടതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും കണ്ണീരോടെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നതാണ് വാസ്തവം. കാരണം പല കാര്യങ്ങളും മുൻപേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പണം കൈകളിലേക്ക് വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് പ്രാധാന്യം നൽകിയാൽ പോലും പലപ്പോഴും പണം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യമുണ്ട്. വന്നതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പലവിധ ചെലവുകൾ
ഈ സമയം കടന്നു വരികയും നിങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്ന സാഹചര്യം പോലുമുണ്ട്. ഇത് നിങ്ങളെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കടം വാങ്ങാൻ വളരെയധികം മടിയുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ അത്തരം വിഷമങ്ങൾ മാറ്റിവെച്ച് പലപ്പോഴും കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരത്തിൽ ധനപരമായ കാര്യങ്ങളിൽ പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് പറയാം. സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. കൂടാതെ ശാരീരികമായ പലവിധ ക്ഷീണങ്ങളും തളർച്ചകളും ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ. എന്നാൽ 30 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ സമയം ചില മാറ്റങ്ങൾ അനുഭവവേദ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നതായ പല പ്രശ്നങ്ങളെയും മറികടക്കുവാനും തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ഒരു സമാധാനക്കുറവ് നിങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും വഴക്കുകൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിസാര കാര്യം പോലും പിന്നീട് വലിയ തർക്കങ്ങളായി മാറുന്ന സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ പല വിധത്തിലും കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. തെറ്റുകൾ തിരുത്തേണ്ടത് അനിവാര്യമാണ് എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ ചില കാര്യങ്ങളിൽ പുനർവിചിന്തനം നടത്തുവാനും ചില തെറ്റായ കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഒരു കാര്യം വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും അവസാന സമയങ്ങളിൽ അത് നിങ്ങൾക്ക് എതിരായി തീരുന്ന സാഹചര്യവുമുണ്ട്. ഇത്തരം വിഷമതകളും ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നത് വാസ്തവമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ പോലും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈശ്വര കടാക്ഷം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചന തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകണം എന്ന് ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഇവിടെ കൂടുതലാണ് എന്ന് കാണുന്നു. ഈ സമയം വിവാഹം, വീടുപണി പോലുള്ള കാര്യങ്ങൾ അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലും ഒരു ധനപരമായും അല്ല മറ്റ് കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ വിഷമാവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരുവാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയം കാണാവുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങൾക്ക് എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ ശരിയായ പാത, ഇത് കൃത്യമായി കാട്ടിത്തരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്പം ആത്മവിശ്വാസം കടന്നു വരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ആലോചിക്കാതെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിനി തുടരേണ്ടതായിട്ടില്ല എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം മനോഹരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന നെഗറ്റീവായ ചിന്തകൾ അത് പൂർണ്ണമായും ഒഴിവാക്കണം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് പല അനുകൂല കാര്യങ്ങളും സംഭവിക്കാം എന്നതാണ് വാസ്തവം. പല കാര്യങ്ങൾക്കും ഒരു മടിയില്ല എന്നൊരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. എല്ലാം എല്ലാവർക്കും നല്ലത് മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളൂ. എങ്കിലും പലപ്പോഴും പഴികൾ കേൾക്കേണ്ടതായ സാഹചര്യമുണ്ട്.
അത്തരത്തിൽ പല കാര്യങ്ങളും മനസ്സിൽ വിഷമങ്ങളായി നിലനിൽക്കുന്നതായ സാഹചര്യമുണ്ട്. ക്ഷീണവും തളർച്ചയും അത് മനഃപൂർവ്വം വരുന്നതല്ല. പലരും നിങ്ങളെ അപ്രകാരം തളർത്തുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾ ഉയരരുത് എന്ന് ആഗ്രഹിക്കുന്ന പലരും നിങ്ങളുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ആ സാഹചര്യം പോലുമുണ്ട്. ഇതെല്ലാം തരണം ചെയ്ത് തന്നെയാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരം പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുക. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെ തിരഞ്ഞെടുത്തവരുടെ ഫലം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും കടന്നു വരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. ആത്മവിശ്വാസക്കുറവ് ഇപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന അതിയായ ആഗ്രഹം ഉള്ളവരാണ്. എന്നാൽ പലപ്പോഴും അത് സാധ്യമാകാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ പൂർത്തീകരിക്കണം എന്ന് അത്രമേൽ വാശിയുള്ളവരായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ വാശിയെല്ലാം നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഗുണകരമായ രീതിയിലേക്ക് മാറ്റുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ പല കാര്യങ്ങളിലും വല്ലാത്തൊരു ഭയം നിങ്ങളെ പിടികൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആശങ്കകൾ പലതും നിങ്ങളെ അലട്ടുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പമുണ്ട്. പലരെയും വിശ്വസിക്കാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഭയം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം പിടികൂടിയിരിക്കുന്ന സാഹചര്യമുണ്ട്. വഞ്ചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. അത്തരം ചില വേദനകൾ, ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതായ മുറിവുകൾ മനസ്സിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളുമുണ്ട്. അത്തരം ചില ചിന്തകൾ കടന്നു വരുന്ന, അല്ലെങ്കിൽ എത്ര തന്നെ ആലോചിച്ച് സമയം പോയാലും ഉത്തരം ലഭിക്കാത്തതോ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോകുവാൻ, രക്ഷ നേടുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയാത്തതായ സാഹചര്യമോ ഉണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവരുടെയോ സഹോദരങ്ങളുടെയോ പങ്കാളിയുടെയോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചും പല വിധത്തിലുമുള്ള ആകുലതകൾ, വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് നിങ്ങളെ വല്ലാതെ തളർത്തുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പല രീതിയിലുമുള്ള അസ്വസ്ഥതകൾ, ദേഹാസ്വാസ്ഥ്യം പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ഉപ്പൻ ഐശ്വര്യത്തിന്റെ പ്രതീകം തന്നെയാണ്. അതിനാൽ അത്തരത്തിലുള്ള ഐശ്വര്യപൂർണമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്കും കടന്നു വരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. സന്തോഷകരമായ പല കാര്യങ്ങളും കേൾക്കുവാൻ, അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, തടസ്സങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ എങ്കിലും വരാൻ പോകുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില മികച്ചതായ ആശയങ്ങൾ മനസ്സിൽ ഉദിക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന മംഗളകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ അത്തരം മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ധനപരമായി നോക്കുകയാണ് എങ്കിൽ വലിയൊരു തടസ്സം അല്ലെങ്കിൽ അത്തരത്തിൽ പല വിധത്തിലും മുടക്കങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവരാണ് നിങ്ങൾ. പല വരുമാന മാർഗങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്.
അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നു എന്ന സാഹചര്യമുണ്ട്. ഈ സമയം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. പല അനുകൂല സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യമുണ്ട്. പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ സമാധാനം തിരികെ കൊണ്ടുവരുവാനുള്ള കഠിനമായ പരിശ്രമങ്ങൾ ഫലം കാണാം. ധൈര്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായി പോവുക. പ്രധാനമായും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന ബോധ്യമുള്ള ആത്മവിശ്വാസം അത് നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മറവി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് ആ മറവി അബദ്ധമായി മാറാം. അത് നഷ്ടങ്ങളോ ചില വിഷമതകൾക്കോ കാരണമായി തീരാം. അതിനാൽ എല്ലാ കാര്യങ്ങളിലും അത് ഓർത്തിരിക്കുവാൻ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ സമയം ചില കാര്യങ്ങളിൽ ആലസ്യം ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവം പല കാര്യങ്ങളിലും കടന്നു വരികയും അത് നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. ഈ സമയം പല വിഷമങ്ങളുമുള്ള നിങ്ങൾക്ക് ആ വിഷമതകളിൽ നിന്നും ഒരു പരിഹാരം എന്ന നിലയിൽ ധ്യാനത്തിൽ ഏർപ്പെടുന്നത് ഉത്തമമാണ്. ഈ സമയം നിങ്ങളുടെ വിഷമങ്ങൾ അത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതുമാണ്. നിങ്ങൾ ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും അതിൽ സാവധാനം പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അത് തെറ്റാൻ പാടില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ബലി കഴിപ്പിക്കുന്നതായ സാഹചര്യം പലപ്പോഴുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമാണോ എന്ന് കൂടി ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കണ്ണീരോടെ പല കാര്യങ്ങളും ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം തരണം ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ധനസ്ഥിതിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. തീർച്ചയായും ഈ സമയം ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങണം.